സങ്കീർത്തകന്റെ പുസ്തകത്തിൽ 25-ാം അധ്യായം 12-ാമത് തിരുവചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി കർത്താവ് കാണിച്ചു തരും. ഹൃദയത്തിലൊന്ന് പറയാമോ? കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി കർത്താവ് കാണിച്ചു തരും. ഒരുവന് വൈദികനാകണം എന്നിരിക്കെ അവന് വൈദികനാകാനുള്ള വിളി കർത്താവ് കൊടുക്കും. അതിനുള്ള വഴി കർത്താവ് അവന് അഭിഷേകമാക്കി നൽകും. ഒരുവന് സന്യസ്തയാകണം എന്നാഗ്രഹിക്കുന്നുവോ ആ ആളിന് അതനുസരിച്ചുള്ള കൃപയെ കർത്താവ് നൽകും. അതേസമയം വലിയ കൃപയോടുകൂടെ വിശ്വാസത്തിൻ്റെ തീർത്ഥാടനം കാഴ്ചവെക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മായ സഹോദരങ്ങൾക്ക് അതുപോലുള്ള ഒരു കൃപാവരത്തെ കർത്താവ് നൽകും. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി കർത്താവ് കാണിച്ചു കൊടുക്കും. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ കൃപാവരം നമ്മിലേക്ക് നിറയട്ടെ. സങ്കീർത്തകന്റെ പുസ്തകം 25-ാം അധ്യായം 13-ാമത് തിരുവചനം ഇങ്ങനെ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവന്റെ മക്കൾ ദേശം കൈവശമാക്കുകയും ചെയ്യും. അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവന്റെ മക്കൾ ദേശം കൈവശമാക്കുകയും ചെയ്യും. ഈ കാര്യത്തിനായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഒരുവന് വിവാഹ ജീവിതത്തിനുള്ള വിളിയാകാം, ഒരുവന് തീഷ്ണതയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഏകസ്ഥനായിരിക്കാനുള്ള വിളിയാകാം, ഒരുവന് വൈദികനാകാനുള്ള വിളിയാവാം, ഒരുവന് സന്യാസ ജീവിതമാകാം. പ്രിയപ്പെട്ടവരെ, ഒരുവന് തീഷ്ണതയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധിയിൽ എത്തിച്ചേരുക എന്നതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ശാശ്വതമായ പദ്ധതി. ഒന്ന് ചേർന്ന് ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അബ്രാമിനെ വിളിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ അബ്രാമിൻ്റെയും സാറായിയുടെയും ജീവിതം കാണുകയാണ്. ആദ്യത്തില് ദൈവം പ്രത്യേകമായി പേരിടുന്നത് വരെ അവരുടെ പേര് അബ്രാം, സാറായി എന്ന് ആയിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ കാണുന്നു, ദൈവം അബ്രാമിനെയും സാറായിയെയും വിളിച്ച് താൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് വരിക എന്ന് ക്ഷണിച്ചു. ഇപ്രകാരം വന്നാൽ നിനക്ക് ഐശ്വര്യവും അനുഗ്രഹവും എല്ലാ തലങ്ങളിലും നേട്ടവും തരാം എന്ന് കർത്താവ് സ്നേഹത്തോടെ അവനെ പഠിപ്പിച്ചു. എടുത്തു ചാടി പുറപ്പെടുകയാണ്. യുവാവായിരിക്കെ, തീഷ്ണമതിയായിരിക്കെ ഈ അബ്രാം എടുത്തു ചാടി പുറപ്പെട്ടു. 75 വയസ്സുണ്ട്, പക്ഷെ അത് ചെറുപ്രായമാ. ആ കാലയളവിൽ അവന് കുഞ്ഞില്ല. അതൊരു നൊമ്പരമാ. അത് പരിഹരിക്കപ്പെടണം. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലെ കുറവ് നികത്തുന്നതിന് വേണ്ടി ദൈവം നമ്മിൽ ഓരോരുത്തരിലും ഇടപെടുകയാ, വിളിക്കുകയാ. പക്ഷെ എങ്ങനെയാണ് കുറവ് നികത്തപ്പെടുക? കുറേ നാളായി ഞാൻ ഈ പ്രാർത്ഥന കേൾക്കുന്നു, കുറേ നാളായി ഞാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു, കുറേ നാളായി ഞാൻ വളരെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നു. പക്ഷേ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എന്നിൽ ദൈവം ഇടപെടുന്നില്ല. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്നത് ഗൗരവമായി നാം ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, അബ്രാമിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടെ എത്തുമ്പോഴാണ് നമ്മുടെ കുറവ് നികത്തപ്പെടുക എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ ആവും. വളരെ തീഷ്ണതയോടുകൂടെ ദൈവം അബ്രഹത്തെ വിളിച്ചു. അബ്രാം ആ വിളി കേട്ട് യാത്ര പുറപ്പെട്ടു. ദൈവം കൊടുത്ത ദർശനമനുസരിച്ച് അവൻ കാണിച്ച വഴിയെ വ്യക്തിപരമായി തീഷ്ണതയോടുകൂടെ നടക്കുകയാണ്. തൻ്റെ കുടുംബം, സ്ഥലകാല സാഹചര്യങ്ങൾ ഒക്കെ വിട്ടിട്ടാണ് യാത്ര പുറപ്പെടുക. ദൈവത്തിന് വേണ്ടി യാത്ര പുറപ്പെടുന്ന, ദൈവമഹത്വത്തിന് വേണ്ടി യാത്ര പുറപ്പെടുന്ന ഓരോരുവനും വളരെ തീഷ്ണതയോടെ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാനായിട്ടുണ്ട്, ചില കാര്യങ്ങൾ വിട്ടുകളയാനുണ്ട്. അതാണ് ഒന്നാമത്തെ ക്ഷണം. വിശുദ്ധിയുടെ പാതയിലൂടെ നയിക്കുന്ന നാം ഓരോരുത്തരും ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ച്, ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ ആരംഭിക്കണം. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ വലിയ അഭിഷേകമുണ്ടായി, വലിയ അനുഗ്രഹമുണ്ടായി. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ കർത്താവ് അബ്രാഹാമിന് പ്രത്യക്ഷപ്പെട്ടു.
കാനാൻ ദേശത്ത് ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ചെന്ന അബ്രാമിന് ദൈവം കാണപ്പെട്ടിട്ട് പറഞ്ഞു, ഈ നാട് നിനക്ക് തന്നിരിക്കുകയാ, നിനക്ക് കുഞ്ഞുങ്ങളെ തരും, ഈ നാട് നിനക്ക് തന്നിരിക്കുകയാ. സന്തോഷത്തോടെ ഒന്ന് കരങ്ങളടിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വഴിയെ നടക്കുമ്പോൾ അതൊരു സ്വപ്നമാകാം, അതൊരു ചിന്തയാകാം, അതൊരു തീഷ്ണതയേറിയ വചനത്തിന്റെ സന്ദേശമാകാം. നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നു എന്ന് തോന്നുമ്പോൾ ആ വഴിയെയുള്ള നടപ്പ് പുതിയ അഭിഷേകത്തെ, പുതിയ അനുഗ്രഹത്തെ തരും. കർത്താവിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെയുള്ള നടപ്പ് അഭിഷേകമുള്ളതാണ്, അനുഗ്രഹമുള്ളതാണ്, അത് ദൈവത്തിന് പ്രീതികരവുമാണ്. അബ്രഹാം സന്തോഷമുള്ളവനായി അവൻ അവിടെ ഒരു ബലിപീഠം പണിതു. ആ ബലിപീഠം വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു. അപ്പൊ ദൈവ വഴിയെ സഞ്ചരിക്കുന്നവനിൽ ദൈവം പ്രീതനായി എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അവൻ ബലിപീഠത്തിലേക്ക് എത്തുകയായി, പ്രാർത്ഥനയുടെ ജീവിതം ആരംഭിക്കുകയായി. സന്തോഷത്തോടുകൂടെ ആ ബലിപീഠത്തിന്റെ അടുക്കൽ അവൻ ഒരുമിച്ച് കൂടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം മതിയോ? ഈ സന്തോഷമുണ്ടാകുന്ന സമയത്ത് മാത്രം തമ്പുരാന്റെ അടുത്ത് എത്തി പ്രാർത്ഥിച്ചാൽ മതിയോ? പോരാ. അബ്രാമിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അബ്രാമിന് ബോറിംഗ് ആയി. ദൈവം ഇടപെട്ടില്ല. തൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൃപ വർഷിച്ചില്ല എന്ന തിരിച്ചറിവുണ്ടായിട്ട് അവിടെ നിന്ന് അബ്രഹാം എഴുന്നേൽക്കുകയാ. പോകാം, നമുക്ക് പോകാം. ഇവിടെ നിന്ന് എഴുന്നേറ്റ് നമുക്ക് യാത്ര പോകാം. സങ്കടകരമായ ഒരു യാത്ര ആരംഭിക്കുകയാണ്. യാത്ര പോകുന്നത് ബലിപീഠം വിട്ടിട്ടാണ്. ജീവിതത്തില് നാം ഓരോരുത്തരും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെ മുൻപിൽ കണ്ടുകൊണ്ട് യാത്ര ആരംഭിക്കുമ്പോൾ ആദ്യം വിടുന്നത് പ്രാർത്ഥനയാ, രണ്ടാമത് വിടുന്നത് പള്ളിയാ, ദൈവാലയമാ, ദൈവവുമായുള്ള ബന്ധമാ. തിരക്കേറിയ ജീവിതത്തിലേക്കാണ് പറിച്ചെറിയപ്പെടുന്നത്. അത് തരുന്ന താൽക്കാലികമായ സന്തോഷങ്ങളുണ്ട്. പക്ഷെ പെട്ടെന്നൊരു തിരിച്ചടി വരുമ്പോൾ തിരിച്ചറിവില്ലാതെ പോകുന്ന ആളുകളായിട്ട് നാം ഒരുപക്ഷെ മാറിയേക്കാം. അബ്രഹാമിന് സംഭവിച്ചു. അബ്രഹാം അവിടെ നിന്ന് എഴുന്നേൽക്കുക. ഉൽപ്പത്തി പുസ്തകത്തില് 12-ാം അധ്യായത്തില് 9-ാമത് തിരുവചനം, അദ്ദേഹം ഈ കർത്താവ് കാണിച്ചു കൊടുത്ത ഇടം വിട്ട് നെഗബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു സ്ഥലമായി. ദൈവം ആ നാടിനെ കൂടെയും ശിക്ഷിക്കുന്നതിന്, ഭാരപ്പെടുത്തുന്നതിന് ഇടയായി. ഈ അബ്രാഹത്തിന്റെ യാത്ര ദൈവത്തിന് ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ട് ആ ദേശത്തേക്ക് ഒരു ക്ഷാമം അയച്ചു കൊടുത്തു. നാം ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, നാം ഓരോരുത്തരും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തിരിച്ചറിവുണ്ടായിരിക്കെ തിരിച്ചറിവില്ലാത്തവരെ പോലെ വ്യാപരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം ഭൂമിയിലേക്ക് ഒഴുകിയെത്തുവാൻ തടസ്സമാവാം. വ്യക്തിപരമായി നാം ഓരോരുത്തരും ജീവിക്കുന്നത് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമാകരുത്. മറിച്ച് ദേശത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി തീഷ്ണതയേറിയ മാധ്യസ്ഥ്യം വഹിക്കാനുള്ള വലിയ യാത്രയാണത്. അതിനുള്ള ക്ഷണമാണത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ട അബ്രാമിന് സംഭവിച്ചത് വലിയ സങ്കടമായി. അവിടെ ക്ഷാമമായപ്പോൾ ആളുകൾ ആ സ്ഥലം വിട്ടു പോകാൻ തുടങ്ങി. ദേശം വിട്ടു പോകുന്ന ആളുകളെ നോക്കി ആദ്യം അബ്രാം തരിച്ചു നിന്നു. പിന്നെ വെള്ളമില്ലാത്തതിനാൽ അവിടെ താമസിക്കുന്നത് കഷ്ടപ്പാടാണെന്നുള്ള അറിവിനാൽ അദ്ദേഹവും എഴുന്നേറ്റു. തനിക്കുള്ള എല്ലാറ്റിനെയും കൂട്ടിക്കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. ഞെരുക്കം വരുന്നത് തിരിച്ചു വരാനാ. മനസ്സിൽ പറഞ്ഞേ, എല്ലാവരും ഹൃദയത്തിൽ പറഞ്ഞേ, ഞെരുക്കം വരുന്നത് തിരിച്ചു വരാനാ. പക്ഷെ പലപ്പോഴും ഞെരുക്കം വരുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകാൻ തക്ക ഒരു കഠിന ഹൃദയത്തെ നമ്മിൽ രൂപപ്പെടുത്തിക്കൊണ്ടാണ് നിൽക്കുക. അബ്രഹാം എഴുന്നേറ്റ് ഈജിപ്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. അത് പോകുന്ന വഴിക്ക് തന്നെ അപകടമുള്ളതാണെന്ന് അബ്രഹാം തിരിച്ചറിഞ്ഞു. ഭാര്യയെ അവിടെ നിർത്തി. എടി കൊച്ചേ, നിനക്ക് ഒരു കാര്യം പറയാനുണ്ട്. നീ സുന്ദരിയാണെന്ന് എനിക്കറിയാം. നിന്നെ കൊന്നിട്ട് എന്നെ അവർ ഒരുപക്ഷെ കൊണ്ടുപോയേക്കാം. എന്നെ കൊന്നിട്ട് നിന്നെ കൊണ്ടുപോയേക്കാം. രണ്ടിലൊന്ന് സംഭവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവളെ, എൻ്റെ ജീവിതം നഷ്ടമാകാതിരിക്കാൻ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. എന്തെന്ന് ചോദിച്ചാ, ആരെങ്കിലും ചോദിച്ചാൽ നീ പറയണം ഞാൻ നിന്റെ സഹോദരനാണെന്ന്. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാനും പറയും നീ എൻ്റെ സഹോദരിയാണെന്ന്. ഇങ്ങനെ ഒരു നുണ പറയല്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിൽ ചെയ്തുകൊണ്ടാണ് പാപത്തിലേക്കുള്ള വഴിത്താര തുടങ്ങുക. ദൈവത്തെ വിട്ടു പോകുന്നവന് എപ്പോഴും ഇതുപോലെ കുറെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. തുടക്കത്തിൽ അത് നല്ലത് എന്ന് തോന്നും, പക്ഷേ വലിയ നഷ്ടത്തിലേക്കാണ് അതുകൊണ്ട് എത്തിക്കുക. അബ്രഹാം പുതിയ സ്ഥലത്ത് ചെന്നു, ഈജിപ്ത് എന്ന ദേശത്ത് ചെന്നു. അവിടെ താമസമുറപ്പിച്ചു. ഒരു ദിവസം ഫറവോ രാജാവ് അവിടെയുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി.
പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി. അങ്ങനെ രാജസദസ് നടന്നുകൊണ്ടിരിക്കുക. പ്രഭുക്കന്മാരിൽ പതിവില്ലാത്തൊരു വെപ്രാളം, പതിവില്ലാത്തൊരു മുഖ നീക്കം, പതിവില്ലാത്തൊരു ടെൻഷൻ, പതിവില്ലാത്തൊരു മുഖപ്രസാദം, പതിവില്ലാത്തൊരു അടക്കം പറച്ചിൽ. ഈ അടക്കം പറച്ചിൽ രാജാവ് ശ്രദ്ധിച്ചു. രാജാവ് കാതോർത്തു. എന്നിട്ട് രാജാവ് ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അതിന് ഉത്തരം വന്നു, രാജാവേ, അതിപ്പോ അങ്ങയോട് എങ്ങനെയാ പറയുക? പറയാൻ പറ്റത്തില്ലാത്ത കാര്യമാണത്. അപ്പൊ രാജസന്നിധിയിൽ ഇരുന്ന് നിങ്ങൾ മന്ത്രം പറയുന്നത് എന്താണ്? എന്നോട് പറയുക. രാജാവിന് കേൾക്കാൻ ജിജ്ഞാസയുണ്ടായി. അപ്പോൾ രാജാവിനോട് അവർ പറയുക, ഒരു സുന്ദരി വന്നിട്ടുണ്ട് ദേശത്ത്. ഇന്നത്തെ കാലത്ത് വഴിയിലൂടെ പോകുന്ന സമീപത്തുള്ള നമ്മുടെ പുതിയ സ്ഥലത്ത് വന്ന് നമ്മുടെ സ്ഥലത്ത് വന്ന് പുതുതായി താമസമുറപ്പിക്കാൻ ഒരുവൻ എത്തിയാൽ ഈ ചിന്തയിൽ നിന്ന് നമ്മളും നമ്മുടെ ദേശത്തുള്ളവരും ഇന്നും അകലെയല്ല. അത് എപ്പോഴും അടക്കം പറച്ചിലുകളിലേക്ക്, എങ്ങനെ തനിക്ക് അതിൽ നിന്ന് ആസ്വാദ്യത ഉണ്ടാക്കാം എന്നതിലേക്ക് ഒരുപക്ഷെ വഴുതി പോയേക്കാം നമ്മുടെ മനസ്സും ഹൃദയവും. ഇവിടെ ഫറവോ വിളിപ്പിച്ചു അബ്രാമിനെ, വാ ഇവിടെ. ഇതാരാടാ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അബ്രാം ചാടി പറഞ്ഞു, അതെന്റെ സഹോദരിയാ. അവളും പറഞ്ഞു, ഇതെന്റെ സഹോദരനാ. എളുപ്പമായി. രാജാവ് പറഞ്ഞു, നീ എൻ്റെ കൂടാരത്തിലേക്ക് പോവുക. അബ്രാമിനെ പട്ടമഹിഷിയാക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് തൻ്റെ കൂടാരത്തിലേക്ക് അവളെ പറഞ്ഞയച്ചു. അതേസമയം അബ്രാമിനോട് പറഞ്ഞു, നീ കുറച്ച് ആടുകളെയൊക്കെ ആയിട്ട് അപ്പുറത്ത് പോയി താമസിച്ചോളുക. കുടുംബം വേർപെട്ടു. ഒരു ശിക്ഷയായി. നേട്ടമുണ്ടാക്കാൻ കടന്നു വന്നിട്ട് കുടുംബത്തെ നഷ്ടമായപ്പോ ഇത്തവണ വലിയ വേദനയൊന്നുമില്ലാതെയാണ് അബ്രാം ദൂരേക്ക് യാത്ര പോകുക. പക്ഷേ സാറായി ഭവനത്തിൽ പ്രവേശിച്ച നിമിഷം മുതൽ അതീവ തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ഓ ദൈവമേ, ഓ ദൈവമേ, വിശുദ്ധി പാലിക്കാൻ ഞാൻ കടപ്പെട്ടവളാണ്, ഞാൻ വിവാഹം ചെയ്തവളാണ്. അശുദ്ധിയുടെ മേഖലയിലേക്ക് പോകുവാൻ ഇതാ ഞാനിപ്പോൾ കൈവിടപ്പെട്ടിരിക്കുന്നു. എനിക്ക് മറ്റൊരു നിവൃത്തിയില്ല. എനിക്ക് വിശുദ്ധി പാലിക്കാൻ എൻ്റെ ദൈവമേ കൃപ തരണമേ എന്ന് ദാഹത്തോടെ അവൾ പ്രാർത്ഥിച്ചു. ഫലമുണ്ടായി. ദൈവത്തിന്റെ ഇടപെടൽ ഈ ഫറവോയുടെ കുടുംബത്തിലേക്ക് വന്നു വീണു. ഫറവോയ്ക്ക് ഈ പെണ്ണിന്റെ അടുക്കൽ എത്താൻ സാധിക്കാതെ വന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ രോഗപീഠകളാൽ, മഹാമാരികളാൽ വലയം ചെയ്യപ്പെട്ടു എന്ന് കണ്ട് രാജാവ് അത്യധികം ദുഃഖിതനായി ഈ അബ്രാമിനെ വിളിച്ചു. അവിടെ ചോദിക്കുകയാ, എന്താടാ ചെയ്തത്? ഇതാരാണിത്? ആ ഫറവോയെ ഗൗരവമായിട്ട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ അബ്രഹാം ഉത്തരം പറയുന്നുണ്ട്, അതെന്റെ ഭാര്യയാണ്, പേടിച്ചിട്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്, എന്നെ ഉപദ്രവിക്കല്ലേ എന്ന്. രാജാവ് ഭടന്മാരെ വിളിച്ചു. അവളെയും കൊണ്ടുവന്ന് സകലതിനെയും കൂട്ടിച്ചേർത്ത് പുറത്താക്കാൻ പറഞ്ഞു. ഈ കുടുംബം ആർജിച്ചെടുത്ത് എല്ലാമായിട്ട് ദേശത്ത് നിന്ന് പുറത്താക്കാനായിട്ട് രാജാവ് ആവശ്യപ്പെട്ടു. ഒരു ധർമ്മത്തിന്റെ ചിന്ത ആ മനുഷ്യനിലുണ്ടായിരുന്നു. കുടുംബത്തിൽ അശുദ്ധി വരാതിരിക്കാൻ, വിശുദ്ധി പാലിക്കാൻ തീഷ്ണതയോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്കൊരു കടപ്പാടുണ്ട്. നാം വിശുദ്ധി പാലിക്കുന്ന തീവ്രതയുള്ള, തീഷ്ണതയുള്ള കാലയളവിൽ എല്ലാ സമയത്തേക്കാൾ കൂടുതലായി വിശുദ്ധി പാലിക്കാൻ ദാഹമുള്ളവരായി തീരാൻ ഇടവരണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കുണ്ടാവും. സാറായി പ്രാർത്ഥിച്ചതുപോലെ ദാഹത്തോടെ പ്രാർത്ഥിക്കണം, തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അവർ എഴുന്നേറ്റ് തിരിച്ചു വന്നു. പണ്ട് തമ്പുരാൻ കാണിച്ചു കൊടുത്ത ആയിക്കും മാമ്രയ്ക്കും ഇടയ്ക്ക് പണ്ട് പണിത ആ ബലിപീഠത്തിന്റെ അരികിലെത്തി അവർ അവിടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ആരംഭിച്ചു. സന്തോഷത്തോടെ പ്രാർത്ഥന ആരംഭിച്ചു. അത് അഭിഷേകമായി, അനുഗ്രഹമായി തീർന്നു. തമ്പുരാൻ കാണപ്പെട്ടില്ലപ്പോഴും. തമ്പുരാൻ ഈ കാലയളവിൽ മിണ്ടുന്നില്ല. അത്യധികമായ ഭാരത്തോടു കൂടിയാണെങ്കിലും അദ്ദേഹം പ്രാർത്ഥന കൊണ്ട് നിൽക്കുകയാണ്. ഒരു ദിവസം ലോത്തിന്റെ ഇടയന്മാരും അബ്രാഹാമിന്റെ ഇടയന്മാരും തമ്മിൽ വഴക്കുണ്ടായി. അബ്രാഹാം ലോത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം. യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് ആ ലോത്തിനെ പറഞ്ഞയക്കേണ്ടിയിരിക്കുന്നത് നാം ആണെങ്കിൽ എന്താകുമായിരുന്നു? നാം ഒരുപക്ഷെ പറഞ്ഞേനെ, ഈ മലയുടെ അപ്പുറത്തെവിടെങ്കിലും പോയി നീ ശല്യമുണ്ടാക്കാതെ കഴിഞ്ഞുകൊള്ളണം. സഹോദരന്റെ പുത്രനായിട്ട് എൻ്റെ കൂടെ വന്നവൻ എനിക്ക് ശല്യം ചെയ്തുകൂടാ എന്ന് പറഞ്ഞേനെ. പക്ഷെ അബ്രഹാം എന്ത് പറഞ്ഞെന്നറിയാമോ? നീ മോനെ വലത്തോട്ട് പോകുവാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം, നീ ഇടത്തോട്ട് പോകുവാണെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം. വസ്തുക്കൾക്ക് വേണ്ടി പിടിവാശി പിടിക്കുന്ന, വസ്തു കിട്ടാത്തതിന്റെ പേരിൽ നോവെടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഉത്തരം കർത്താവ് ഇവിടെ തരുന്നുണ്ട്. വിട്ടുകൊടുക്കാൻ പഠിക്കുക, എളിമപ്പെടാൻ പഠിക്കുക, ഉദാരതയോടെ പ്രവർത്തിക്കാൻ പഠിക്കുക.
അബ്രഹാം വിട്ടുകൊടുത്തു. ഈ ലോത്ത് തല ഉയർത്തി നോക്കി, ഏറ്റവും സുന്ദരമായ സ്ഥലം, അതിപവിത്രമായ സ്ഥലം, അതിവിശുദ്ധമായ സ്ഥലം, ദൈവത്തിന്റെ തോട്ടം പോലെ കാണപ്പെടുന്ന ഒരു സ്ഥലം, അത് ജോർദാൻ നദീതടം, അത് സൊദോം ഗൊമോറ. നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് അതീവ ഹൃദ്യമായിട്ടുള്ള ഒരിടമായിരുന്നു അത്. ആ സ്ഥലത്ത് ചെന്ന് തമ്പടിച്ചു. അവിടെ സൊദോമില് ഇദ്ദേഹത്തിന് വസ്തുവകകൾക്ക് വേണ്ടി അവിടെ കുറേ ഭാഗം വളഞ്ഞെടുത്തു. അവിടെ ആടുമാടുകളെ മേയ്ക്കാം. എന്നാൽ താമസിച്ചത് സമതലത്തിലാണ്. പാപത്തെ വർദ്ധിപ്പിക്കാൻ ഇടയാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ആ ചെറുപ്പക്കാരൻ പോയി പെട്ടത്. അതുകൊണ്ട് അത് നഷ്ടമായി. ഇവിടെ തിരിച്ചു വരാം. അബ്രഹത്തിന്റെ ജീവിതം നോക്കുക. വിട്ടുകൊടുത്ത അബ്രഹാം മനസ്സിൽ നൊന്തു. ഏറ്റവും നല്ല സ്ഥലമാണ്, എങ്കിലും വാക്ക് പറഞ്ഞതിൽ മാറിയില്ല. കൊണ്ടുപോയിക്കോട്ടെ, എടുത്തോട്ടെ. ദൈവം അവൻ അപ്പോൾ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ, നീ കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും നോക്ക്, എല്ലാ സ്ഥലങ്ങളും ഞാൻ നിനക്ക് തരികയാ. പോരാ പോരാ, നീ എഴുന്നേറ്റ് ഭൂമിക്ക് കുറുകയും നെടുകയും നടക്കുക. അങ്ങനെ നടന്നിട്ട് ആത്തു മുഴുവനും ഞാൻ നിനക്ക് തരികയാ. പോരെ പോരെ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൽ ഒരു സഹനമെടുത്താൽ, ദൈവനാമത്തിൽ ഒരു വിട്ടുകൊടുക്കൽ നടത്തിയാൽ, അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അധികമായി അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇപ്രകാരം വിട്ടുകൊടുക്കൽ നടത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഒന്ന് ചേർന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് വാഴ്ത്തിക്കേ. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അതീവ ഇമ്പകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ നടക്കുക. ഈ അബ്രഹാം വിട്ടുകൊടുത്തു. ദൈവം അവന് അഭിഷേകം കൊടുത്തു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോ ഈ അബ്രഹത്തിന്റെ നോട്ടത്തിൽ ഈ ലോത്ത് എടുത്തിരിക്കുന്ന സ്ഥലവും കൂടപ്പെട്ടിരിക്കുകയാണ്. ലോത്ത് പടയാളികളാൽ പിടിക്കപ്പെട്ടു എന്ന് കേട്ട് ലോത്തിന്റെ ആൾക്കാരും ലോത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ലോത്തിന്റെ രാജാവും എല്ലാവരും പിടിക്കപ്പെട്ടു എന്ന് കേട്ട് ലോത്തിനെ വീണ്ടെടുക്കാൻ അബ്രഹാം പുറപ്പെട്ടു. വസ്തുവകകളുമായി തിരിച്ചു വന്നു. വസ്തുവകകളുമായി തിരിച്ചു വരുന്ന അബ്രഹത്തിന്റെ മുൻപിൽ നിന്ന് അബിമേലെക്ക് എന്ന് പറയുന്ന രാജാവ് കേണ് ചോദിച്ചു, അങ്ങ് ആളുകളെ എനിക്ക് വിട്ടുതരിക, വസ്തുക്കൾ മുഴുവനും അങ്ങ് എടുത്തുകൊള്ളുക. സമ്പത്ത് അങ്ങേക്ക് കടപ്പെട്ടതാണ്. എൻ്റെ കൂടെ വന്നവർക്ക് സമ്പത്ത് കൊടുക്കാം, ആഷ്കോലും മാമറയും ഒക്കെ അതെടുത്തോട്ടെ. എന്നാൽ ഒരു ചെരുപ്പിന്റെ, നിന്റെ ചെരുപ്പിന്റെ വള്ളി പോലും എനിക്ക് വേണ്ട. ഞാൻ സമ്പന്നനായത് നീ മൂലമാണ് എന്ന് ഒരിക്കലും പറയപ്പെടരുത് എന്ന് പറയാൻ തക്ക ഒരു പാടവം, ഒരു അഭിഷേകം ഈ പ്രിയപ്പെട്ട അബ്രഹാമിന് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു വിട്ടുകൊടുക്കലാണ്. ദൈവം അതിൽ പ്രസാദിച്ചു. ദൈവം അതിൽ അഭിഷേകം ചെയ്തു. അതിനുത്തരം ദൈവം കൊടുക്കുകയാ. ഉൽപ്പത്തി പുസ്തകത്തിൽ 15-ാം അധ്യായം 2-ാമത് വചനം പറഞ്ഞു, അബ്രഹാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. ഏത് ശത്രുക്കൾ വന്നാലും നിന്നെ തടഞ്ഞു നിർത്താൻ പരിചയമായിട്ട് ഞാൻ ഇനി നിൽക്കും. നിനക്ക് പരിചയമായിട്ട് ഞാൻ നിൽക്കും. പ്രിയപ്പെട്ടവരെ, പോരെ, ഒരു വിട്ടുകൊടുക്കൽ നടക്കുമ്പോൾ, ഒരു എളിമപ്പെടൽ നടത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകത്തെ, അനുഗ്രഹത്തെ പ്രദാനം ചെയ്യും. സമ്പത്ത് തരാം, കുഞ്ഞിനെ തരാം എന്ന് പറയുമ്പോൾ അബ്രഹാം വീണ്ടും ചോദിച്ചു, എപ്പോഴാ തരിക? എപ്പോഴാ കുഞ്ഞിനെ തരിക? എപ്പോഴാ കുഞ്ഞിനെ തരിക എന്ന ചോദ്യത്തിന് ഉത്തരമായി കർത്താവ് പറഞ്ഞു, ഒന്ന് ഈ സമയം ചോദിക്കുകയാണെങ്കിൽ ഒരു ബലി അർപ്പിക്കുക, കാത്തിരിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ 15-ാം അധ്യായം 9-ാമത് തിരുവചനം അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവാ. ഇവിടെ കൊണ്ടുവന്ന് ബലി അർപ്പിക്കാനായി വെക്കാൻ പറഞ്ഞു. അതൊക്കെ കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെച്ചു. ഈ പശുക്കിടാവിനെയും അതുപോലെ പെണ്ണാടിനെയും മുട്ടനാടിനെയും എല്ലാം പിളർന്നു വെച്ചു. പക്ഷികളെ പിളരാതെ അവിടെ വെച്ചു. മാംസം ദൈവം അഗ്നി ഇറക്കി എടുക്കണം. കാത്തിരിക്കുകയാ. സമയം കഴിഞ്ഞിട്ടും കാത്തിരിപ്പ് നഷ്ടമായി, എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അത്യധികമായ വേദന തോന്നി, അത്യധികമായ ഭാരം തോന്നി. ആ ഹൃദയ ഭാരത്തിന്റെ ആധിക്യത്തിൽ ഈ മനുഷ്യൻ ഉറങ്ങിപ്പോവുകയാണ്. പ്രാർത്ഥനയ്ക്കിടയിൽ ഉറങ്ങിപ്പോകുന്ന മനുഷ്യർ, നിരാശത മൂലം ദൈവം ഇടപെടുന്നില്ല എന്നുള്ള നിരാശത മൂലം നമ്മുടെ ജീവിതം നഷ്ടമായേക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇത് എന്ന് അറിയുക. വലിയ ഉറക്കം. ആ ഉറക്കത്തിന്റെ പാരമ്യതയിൽ രണ്ടാമത് ഒരു സംഭവം നടക്കുകയാണ്. രണ്ടാമത്തെ സംഭവം എന്താണ്? പ്രിയപ്പെട്ടവരെ, ദൈവം
അഗ്നി ഇറക്കി ആ ബലിവസ്തു എടുത്തു. അഗ്നി ഇറക്കി ബലിവസ്തു എടുത്തെങ്കിലും ആ മേഖലയിൽ ഒരു വലിയ ശാപം കൊടുത്തു. 400 വർഷം നിന്റെ മക്കൾ അടിമത്തം അനുഭവിക്കും. ഇസ്രായേൽ ജനത ഈജിപ്തിൽ 400 വർഷക്കാലം അടിമത്തം അനുഭവിക്കാനുള്ള കാരണം ഇവിടെ നിന്നാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് പ്രിയപ്പെട്ടവരെ, ഈ അബ്രാമിനോട് പറഞ്ഞു, നീ വാർദ്ധക്യത്തിൽ സമാധാനത്തോടെ മരിക്കും, നിനക്ക് കുഞ്ഞുണ്ടാവും, എല്ലാം ഐശ്വര്യമായി തീരും. സന്തോഷകരമായിട്ട് വാർത്ത കേട്ടു. എങ്കിലും ഈ അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വേദനാജനകമായിരുന്നു, അത് ഭാരമായിരുന്നു. ബലിയിലെ ഉറക്കം, ബലിയിലെ ക്ഷീണം, ആ അസ്വസ്ഥത, അവനിലെ ദൈവസ്നേഹത്തിന്റെ അഗ്നി കെട്ടുപോയ അവസ്ഥ അവനെ വലിയ ഭാരത്തിലെത്തിച്ചു. ഭാര്യ ഇത് കണ്ടപ്പോ സംശയിച്ചു, കൊച്ചില്ലാഞ്ഞിട്ടാ. അവൾ വന്ന് പറഞ്ഞു, ദൈവം കുഞ്ഞിനെ നമുക്ക് തന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളില്ലാത്ത ഏതെങ്കിലും ദമ്പതികൾ ഈ സമയത്ത് ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അരുതാഴികളിലേക്കല്ല പോവേണ്ടത്, മറിച്ച് ദൈവത്തിൽ വിശ്വസിക്കുക. നഷ്ടപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങളുള്ളവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നോവിനെ ഈ സമയത്ത് ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, പൊന്നു തമ്പുരാനെ, ആ നോവ് അംഗീകരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഈ ദിവസത്തിൽ ദൈവം അനുഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകി എത്തട്ടെ, ദൈവത്തിന്റെ മഹത്വം ഒഴുകി എത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സാറ എന്തു ചെയ്തു? അവൾ പറഞ്ഞു, അബ്രാമേ, കുഞ്ഞിനെ തരാൻ നമുക്ക് നിവൃത്തിയില്ല. എനിക്കൊരു പെണ്ണുണ്ട്, എൻ്റെ ദാസിയാണ്, ഹാഗാർ എന്നാണ് പേര്, നല്ല പെണ്ണാണ്. അങ്ങ് അവളെ പ്രാപിക്കുക, ഞാൻ തിരിഞ്ഞു നിൽക്കാം. മനുഷ്യനാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത്. ദൈവത്തിന്റെ തീരുമാനം വിട്ടിട്ട് ഇത് നഷ്ടമാ. ദൈവത്തിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുന്ന നാം ആ ഇടപെടലിന് വേണ്ടി ദാഹിച്ച് ഇടയ്ക്ക് വ്യക്തിപരമായി നാം നമ്മുടെ ചിന്തകളെ മറികടക്കുന്ന ഒരു നീക്കം എടുക്കേണ്ടിയിരിക്കുന്നു. സാറാ പറഞ്ഞത് അബ്രഹാം കേട്ടു, സമ്മതിച്ചു. ആ മകന് കൊച്ചുണ്ടായി, അബ്രാമിന് സാറായിൽ കൊച്ചുണ്ടായി. പക്ഷേ നീണ്ട 13 വർഷം ദൈവം ഈ കുടുംബത്തോട് മിണ്ടിയില്ല. അശുദ്ധിയുടെ ഒരു മേഖലയിലൂടെ പോകുമ്പോൾ, വ്യഭിചാരം എന്ന് പറയുന്ന ഒരു തിന്മ സംഭവിക്കുമ്പോൾ, ദൈവത്തെ വിട്ട് ഒരു കൂട്ടുകൂടുമ്പോൾ നമുക്ക് വരുന്ന നഷ്ടം അവിടെയാണ്. ദൈവം മിണ്ടാതെ കടന്നു പോവുകയാ. ആ കലങ്ങളിൽ നോക്കി വേദനിച്ചിരിക്കുന്ന ഒരു ദൈവം നമുക്ക് മുമ്പിലുണ്ട്. പാപത്തിന്റെ ആധിക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഒന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തി വെക്കരുത്. ഇവിടെ പാപത്തിന്റെ ഫലമായുണ്ടായ ശമ്പളമാണ് 13 വർഷം ദൈവത്തിന്റെ ഇടപെടലുണ്ടായില്ല. ആ കാലയളവ് കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. ഭാര്യ പറഞ്ഞു, എൻ്റെ ദാസിയെയാണ് അങ്ങ് പ്രാപിച്ചത്, അതുകൊണ്ട് അവള് ഇനി മുതൽ എന്റേതാ. അങ്ങനെ അമ്മായിമ്മ പോരുണ്ടായത്. ഈ സാറായി അവളെ പീഡിപ്പിക്കാൻ തുടങ്ങി, വേദനിപ്പിക്കാൻ തുടങ്ങി, ഭാരപ്പെടുത്താൻ തുടങ്ങി. കുടുംബത്തിൽ ഒരക്ഷരം മിണ്ടാനാവാതെ ഭാരപ്പെട്ട് കഴിയുന്ന അബ്രാമിനെ നാം കാണുക. 13-ാം വർഷം ദൈവം അബ്രാമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറഞ്ഞു, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. സാഷ്ടാംഗ പ്രണാമം ചെയ്തു. തമ്പുരാന്റെ കാൽപാദത്തിലേക്ക് നീണ്ടു നിവർന്ന് വീണു. ഇതാ കർത്താവേ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഴ്ച വീണു. കുടുംബത്തിൽ സമാധാനമില്ലാതായിരുന്ന, കുടുംബത്തിന്റെ സുസ്ഥിതി കെട്ടുപോയിരുന്ന ആ മനുഷ്യൻ ദൈവത്തിന്റെ സാമീപ്യത്താൽ പ്രിയതനായി തീർന്നു. ഉള്ളുരുകി 13 വർഷം കരഞ്ഞപ്പോഴാണ് ദൈവം അവന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അതെ, പാപത്തിന് നീണ്ടു നിൽക്കുന്ന ഒരു ശിക്ഷയുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇവിടെ ഈ സാറായി അത്യധികമായ ഭാരത്തിലായിരുന്നു. അവളെയും ദൈവം വീണ്ടെടുക്കുകയാ. അവരോട് പറഞ്ഞു, ഇനി അബ്രാമിനോട് പറഞ്ഞു, ഇനി നിന്റെ കുടുംബത്തിൽ നീയും നിന്റെ മക്കളും എല്ലാ ആൺമക്കളും ഇനി മുതൽ ഛേദനാചാര കർമ്മം ചെയ്യണം, അഗ്രചർമ്മം ഛേദിക്കണം. ഇത് അനിശ്ചിതമായ ഒരു കൽപ്പനയാണ് എന്ന് പറഞ്ഞു വെച്ചു. പാപത്തെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മനസ്സെപ്പോഴും ജാഗരൂകതയോടെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് അഗ്രചർമ്മ ഛേദന കർമ്മം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്. നടപടി പുസ്തകത്തിൽ 15-ാം അധ്യായം 22 മുതലുള്ള തിരുവചനത്തിൽ ആദ്യത്തെ ജെറുസലേം സൂനകദോസിൽ വെച്ച് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഗൗരവമായ ചർച്ച, അവിടെ എല്ലാ സ്ലീഹന്മാരും ഉണ്ടായിരുന്നു. ആ ചർച്ച വേളയിലാണ്
ഈ ഗൗരവമായ ചേതനാചാര കർമ്മം വേണ്ട എന്ന് വെച്ച് മാമോദിസ വെള്ളം വീണ നാം വിശുദ്ധിയിൽ ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ച് ദൈവത്തിൽ പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പ്രധാനം എന്ന് ചിന്തിച്ചുകൊണ്ട് പുതിയൊരു തീരുമാനത്തിലേക്ക് സഭ എത്തിയത്. അതെ പ്രിയപ്പെട്ടവരെ, ദൈവം വ്യക്തിപരമായി നമ്മെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ അബ്രാമിന്റെയും സാറായിയുടെയും പ്രവർത്തനത്തിൽ വന്ന മാറ്റത്താൽ അവരോട് ദൈവം അഭിഷേകം ചെയ്ത് പേര് മാറ്റിയിട്ടു. ഇനി അബ്രാം എന്ന് വിളിക്കണ്ട, അബ്രാഹം എന്ന് ആയിക്കോട്ടെ. ഇനി സാറായി എന്ന് വിളിച്ച് കഷ്ടപ്പെടേണ്ട, സാറാ എന്നിട്ടോട്ടെ, സാറാ എന്ന് വിളിച്ചാൽ മതി. പെരുമാറ്റത്തിൽ വ്യത്യാസം വരുത്തിയ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു പേരിടും. ഇന്നേ ദിവസം നിങ്ങൾക്ക് ദൈവം വിളിക്കേണ്ട പേരെന്താണ്? ഇഷ്ടമായിരിക്കുമ്പം ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. വളരെ സ്നേഹമായിരിക്കുമ്പം ഭർത്താവ് ഭാര്യയെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്നാൽ ഇഷ്ടക്കുറവുള്ളപ്പം വിളിക്കുന്ന പേര് വേറെയാ. അത് പോട്ടെ, ഇഷ്ടമുള്ളപ്പോൾ വിളിക്കുന്ന പേരെന്താണ്? അത് വ്യത്യസ്തതയുള്ളതാ. അത് വേറെ ആർക്കും ഒരു പക്ഷെ അറിയത്തില്ലാത്ത പേര് കൂടെയാ. ഇതുപോലെ ദൈവം വ്യക്തിപരമായി നമ്മെ സ്നേഹിക്കുമ്പോൾ പുതിയ ഒരു പേരിട്ട് നമ്മെ അഭിഷേകം ചെയ്യും. ഒരു പുതിയ പേരിന് വേണ്ടി നാം ദാഹിക്കണം. മാമോദിസ വേളയിൽ കിട്ടിയ പേര് ഉജ്ജ്വലിപ്പിക്കുവാൻ നമുക്കൊരു കടപ്പാടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അഭിഷേകത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്കിടയാവട്ടെ. ഈ 18-ാം അധ്യായം 1-ാമത് തിരുവചനത്തില് ദൈവം ഇവർക്ക് മേൽ കാണപ്പെട്ടു. 17-ാം അധ്യായത്തില് 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, അടുത്ത വർഷത്തില് കുഞ്ഞിനെ നിനക്ക് തരും. അത് 18-ാം അധ്യായത്തില് 1-ാമത്തെ വാക്യത്തിൽ കർത്താവ് കാണപ്പെട്ടിട്ട് വീണ്ടും ആവർത്തിച്ചു, വസന്തത്തിൽ കൊച്ചിനെ തരാം. ദൈവം വാക്ക് പാലിക്കുന്നവനാ. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി, അഭിഷേകമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ കുറവ് നികത്തപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം കത്തിജ്വലിക്കണം. ദൈവത്തിൽ സ്നേഹം കത്തിജ്വലിക്കണം. വെയിൽ മൂത്ത സമയത്ത്, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാമത് തിരുവചനം പറയുക, വെയിൽ മൂത്ത സമയത്ത് ദൈവം അബ്രാഹത്തിന് കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അവനിലെ ദൈവസ്നേഹം കത്തിജ്വലിച്ചപ്പോൾ അവനിൽ ദൈവം മഹത്വപ്പെടുവാനിടയായി. ദൈവത്തിന്റെ വഴിയെയുള്ള സഞ്ചാരം മാത്രം മതി എന്ന് തീരുമാനിക്കുമ്പോൾ ദൈവം വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് തടസ്സങ്ങൾ മാറ്റിത്തരും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം സവിശേഷമായിട്ടുള്ള പുതിയ കൃപ തരട്ടെ. ജ്വലിക്കുന്ന പ്രേക്ഷിതരായി തീരുക, വിശ്വസിക്കുക. ഒരു കട്ടുകമണിയോളം വിശ്വാസം. അതെ, വിശുദ്ധിയിലേക്ക് ജീവിക്കാൻ വിളിക്കപ്പെട്ട നിങ്ങളെ, കുടുംബജീവിതം നയിക്കുവാൻ ക്ഷണിക്കപ്പെട്ട നിങ്ങളെ, വൈദിക ജീവിതം നയിക്കുവാൻ ക്ഷണിക്കപ്പെട്ട നിങ്ങളെ, സന്യസ്ത ജീവിതം നയിക്കുവാൻ ക്ഷണിക്കപ്പെട്ട നിങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവം കരം പിടിച്ചിട്ടുണ്ട് കൂടെ നടക്കാൻ. യെശയ്യായുടെ പുസ്തകത്തിൽ 41-ാം അധ്യായം 13-ാമത് തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കരം പിടിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ട, ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കാം. ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കാം. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കരം പിടിച്ചിരിക്കുന്നു. നമ്മുടെ വലത്ത് കരത്തിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു തമ്പുരാൻ കർത്താവ് നമുക്കുള്ളതിനാൽ അത്യധികമായ സന്തോഷത്തോടെ വിശുദ്ധിയുടെ ജീവിതം കാഴ്ചവെക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. ദൈവത്തിന്റെ കൃപ എല്ലാവരിലും നിറയട്ടെ. ശാലോമിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സമൃദ്ധിയും അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം ആളുകൾ ഈ വചനം കേട്ടും ഈ ആരാധനയുടെ സമയത്തും അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ഇന്നും ധാരാളമായ അഭിഷേകവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മിൽ വെയിൽ മൂക്കുവാൻ, ദൈവസ്നേഹം കത്തിച്ചൊലിക്കുവാൻ ദൈവമേ അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം.